അട്ടാറ് വാളാട്ടോ. ഇങ്ങനൊരു വാള് NH-66 വർക്കിൽ വേറെ എവിടെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും വീതിയിൽ 15 അടി വീതിയിൽ താഴ്ത്തുനിന്ന് അങ്ങനെ പൊങ്ങിയിട്ട് ഇവിടെ ലാസ്റ്റിലേക്ക് ഫുൾ വർക്ക് കഴിഞ്ഞ ഒരു ഏരിയ, ഫുൾ മാർക്കിങ്ങും ഒക്കെ കഴിച്ചു വെച്ചൊരു ഏരിയ സാർ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. NH-66 ദേശീയപാത വികസനത്തിൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ കോഴിക്കോട് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോ കേട്ടോ. വർക്ക് എന്തൊക്കെയായി നോക്കാം, കൊയിലാണ്ടി ബൈപ്പാസ് തുറക്കാനായിരിക്കണമൊക്കെ നോക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യാൻ മറക്കല്ലേ. കൊയിലാണ്ടി ബൈപ്പാസിൽ പ്രധാനമായിട്ട് വർക്ക് നടക്കാനുള്ളതായി കുന്നിയോറ മല ഭാഗത്താട്ടോ. അവിടെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഇതിലൂടെയുള്ള യാത്ര, ഇപ്പം ഇതിലൂടെ ഒരുപാട് ആളുകൾ വാഹനങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വന്നിട്ട് ബ്ലോക്കായിട്ട് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൂടെയുള്ള യാത്ര ഇപ്പോൾ പോകാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. ഇപ്പം നമ്മൾ ഈ കുന്നിയോറ മല ഭാഗത്തേക്ക് രണ്ട് ഭാഗത്തു നിന്ന് സർവീസ് റോഡ് ഇങ്ങനെ അങ്ങോട്ട് കയറുക കേട്ടോ. നമ്മൾ ആറുവരിപ്പാതൻ്റെ മുകളിലേക്ക് കയറാണ്. ഇവിടെ അങ്ങനെയാണ്. പക്ഷെ ഇവിടെയൊക്കെ നല്ല ചെളിയാട്ടോ. വരുന്നവർ ശ്രദ്ധിച്ചോളി. മഴ പെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ചെളിയാണ്. അല്ലെങ്കിൽ അതുവരെ വലിയ വാഹനങ്ങളൊക്കെ ഇപ്പം കുറച്ചൊരു മാറി നിൽക്കുന്നുണ്ട്. മഴ പെയ്യുന്ന സമയത്താണ് വാഹനങ്ങൾ, ടൂ വീലറൊക്കെ വൈക്ക് വികാനൊക്കെ സാധ്യതയുള്ള ഒരു ഏരിയ കേട്ടോ. അവിടെയൊക്കെ സൈഡ് വാൾ വലിയ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അത്രയും ഹൈറ്റിൽ പൊങ്ങാനുള്ള കേട്ടോ. റോഡൊക്കെ ഉണ്ടോ, ഇത്രയും ഹൈറ്റിൽ പൊങ്ങാനുള്ളതാണ് ഈ സർവീസ് റോഡ്. ഇനി ഈ സൈഡിൽ കൂടി തന്നെ നമ്മൾ ആറുവരിപ്പാതൻ്റെ ഈ സൈഡിൽ കൂടി തന്നെ പോകുമോ, അല്ലെങ്കിൽ ഇവിടെ മാത്രം ആറുവരിപ്പാതയിലേക്ക് ഇങ്ങനെ കയറി പോവുകയാണോ? സർവീസ് റോഡ് വന്നിട്ട് നമ്മുടെ പാലങ്ങളുടെ ആ ഒരു ഏരിയയിലുള്ള വർക്ക് പോലെ പാലത്തിന് അങ്ങോട്ട് കയറിയിട്ട് പിന്നെയും വീണ്ടും സർവീസ് റോഡിലേക്ക് ഇറങ്ങേണ്ടി വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഭാഗത്ത് അതിന് മാത്രം വീതി ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി അവിടെ സർവീസ് റോഡ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മലൻ്റെ അടുത്ത് കൂടി. അപ്പോൾ ഇവിടെ ഒരു സെക്ഷൻ മാറ്റി പിടിച്ചതാണോ എന്ന് എനിക്കുള്ള സംശയമുണ്ട്. ഇതാണ് നമ്മുടെ കുന്നിയോറ മല ഭാഗത്ത് വരുന്ന ആ വാള് കേട്ടോ. കോൺക്രീറ്റിൻ്റെ വാള്, അട്ടാറ് വാളാട്ടോ. ഇങ്ങനൊരു വാള് NH-66 വർക്കിൽ വേറെ എവിടെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും വീതിയിൽ 15 അടി വീതിയിൽ താഴ്ത്തുനിന്ന് അങ്ങനെ പൊങ്ങിയിട്ട് പിന്നെ 10 അടിൻ്റെ കോൺക്രീറ്റ് വാള് അങ്ങനെ പൊന്തി അപ്പോൾ ഏകദേശം ഒരു 5 അടി വീതി, 5 അടി വീതിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടോ. അപ്പോൾ അടിയിൽ നിന്ന് ഒരു 30 അടിയോളം അത് പൊങ്ങിക്കഴിഞ്ഞു. ഇനി ഒരു 30 അടി കൂടി അതിന് പൊങ്ങാനുണ്ട് കേട്ടോ. അത് 30 അടി, അതിനനുസരിച്ച് ഉള്ളിലൊരു 10-12 അടി വീതി അവർ വിട്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് മണ്ണിങ്ങനെ ടൈറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈറ്റാക്കി അങ്ങനെ പോകുക കേട്ടോ. ഏതായാലും അതിൻ്റെ ഇടയിൽ കൂടി ഒരു സർവീസ് റോഡൊന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആറുവരിപ്പാതയിലേക്ക് കയറിയിട്ട് പിന്നെ ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷനായിട്ട് ഇവിടെ മാറും കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങമാരി വലിയൊരു 60 അടിയോളം ഹൈറ്റുള്ളൊരു കുന്നാണ്. അത് ഇടിച്ച് കീറിയെടുത്തിട്ടാണ് നമ്മുടെ ആറുവരിപ്പാത ഇതിലേ പോകുന്നത്. ഇതേ വർക്കിന് ഇപ്പുറത്തെ സൈഡും വരാനുണ്ട് കേട്ടോ. ഒരു ഭാഗം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു ഭാഗം ടാറിങ് കഴിഞ്ഞാൽ വാഹനങ്ങൾക്കൊക്കെ പോകാൻ തോന്നും. അവർക്ക് ആ മുകളിലുള്ള മണ്ണൊക്കെ ഒന്ന് ചെത്തി റെഡിയാക്കി എടുക്കേണ്ട അതൊന്ന് മുകൾ ഭാഗം ഒന്ന് സ്ലോപ്പാക്കി ചെത്തി കഴിഞ്ഞാൽ അപകടാവസ്ഥ കൊണ്ട് കഴിഞ്ഞ് കിട്ടും. ഇവിടെയൊക്കെ നല്ലോ മണ്ണിട്ട് പൊങ്ങാനുള്ളതാണ്. കോൺക്രീറ്റ് ഉണ്ടല്ലേ നേരത്തെ കാണിച്ചത്, അത്രയും ഹൈറ്റിൽ പൊങ്ങാനുള്ളതാണ്. ആ സർവീസ് റോഡ്, ഇപ്പോഴത്തെ സർവീസ് റോഡ് വരുന്ന കടിയിലുകൾ, അത് നമ്മുടെ ഈ ആറുവരിപ്പാതയിലേക്ക് അങ്ങനെ കയറിയിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ ഇതോ. അപ്പോൾ അതുവരെ ഫുൾ ടാറിങ്, നമ്മുടെ ചെങ്ങോട്ടുകാവ് മുതൽ കാണുന്നത് വരെ ഫുൾ ടാറിങ്ങും ഏകദേശം ലൈറ്റ് ഫിറ്റിങ്ങും ഒക്കെ കൂടി കഴിഞ്ഞൊരു ഏരിയ തന്നെയാണ്. ഇനി ബാക്കിയുള്ള വർക്കൊക്കെ നടക്കുന്നത് ഇവിടെയാണ് ഇനി ബാക്കിയുള്ള വർക്കുകളൊക്കെ നടക്കാനുള്ളത്. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഈ സർവീസ് റോഡിൻ്റെ പോലൊക്കെ ചെറിയൊരു ചൊറയിലാണ് കേട്ടോ ഇവിടെയുള്ള താമസിക്കുന്ന ആളുകളൊക്കെ. ശരിക്കും ഈ കുന്ന് മൊത്തം ഇടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സുഖാലേ. അവിടേക്കുള്ള സ്ഥലം കൂടി, അവിടെയൊക്കെ ഇങ്ങനെ കുന്ന് ഇറങ്ങി പോകാൻ തോന്നും. ഇവിടെ കുറച്ചൊരു ഉയർച്ചയുള്ള ഈ ഭാഗം തന്നെ ആണെന്ന് സംശയമുണ്ട്. നമുക്ക് നന്ദി ഭാഗത്തേക്ക് അവിടെ പോയി നോക്കാം. ഇതുവരെയുള്ള വർക്ക് ഏകദേശം ഫിനിഷിംഗ് ആണ്. ഇവിടെ മാത്രമേ ഇനി വർക്കുള്ളൂ കേട്ടോ. ഒരു ഭാഗം കഴിഞ്ഞാൽ തുറന്നു കൊടുത്താലേ കുറേ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് കൊയിലാണ്ടി കൂടി പോയി മതിയായി എന്നുള്ളത്. അവിടെ ബ്ലോക്ക് ഇങ്ങനെ വന്നിട്ടേ നല്ല ബ്ലോക്കാണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അതായാലും ഇനി നന്ദി വരെയുള്ള കാഴ്ചകളും കൂടി നമുക്ക് നോക്കാം. അവിടെ എന്തായി ലാസ്റ്റ് നന്ദിയിലേക്ക് എത്തുമ്പോഴാട്ടോ കുറച്ച് വർക്ക് ഇതിന് മുമ്പുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇനി പോകാൻ പറ്റിയ അവസ്ഥയിലായിരിക്കണമെന്ന് നോക്കട്ടെ നമുക്ക്.
അടുത്ത് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിൻ്റെ അവിടെ ലീക്ക് പ്രൂഫ് അടിക്കുന്ന പരിപാടികൾ ജോലിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതവിടെയൊക്കെ അതിൻ്റെ കെമിക്കൽ മിക്സിംഗ് ആണ് അവിടെ നടക്കുന്നത്. കഴിയുന്ന ഭാഗങ്ങളൊക്കെ ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്ത് വെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, ഡിവൈഡറിൻ്റെ മുകളിൽ നമ്മുടെ റിഫ്ലക്ഷൻ ബോർഡൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റിഫ്ലക്ഷൻ ബോർഡ് തന്നെ ഈ നമ്മുടെ ഡിവൈഡറിൻ്റെ ഒരു അടയാളം, അതിന് റിഫ്ലക്ഷൻ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ലൈറ്റല്ല, സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കാതിരിക്കാനും ഇത് വളരെ ഉപകാരമാണ് കേട്ടോ. ഇത് ഈ സൈഡിൽ കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടി ഓവർ സ്പീഡ് വാഹനങ്ങളാണ് പോവുക. ആ സമയത്ത് എന്തായാലും ഇത് മുന്നിലെ വാഹനങ്ങളുടെ അടിക്കില്ല. കുറച്ച് അത്രയ്ക്ക് എടുത്തിട്ടാണ് ഒരു 1.5 മീറ്റർ, ഒരു ഒന്നര മീറ്റർ വിട്ടിട്ടാണ് ഇതിങ്ങനെ വെച്ചിട്ടുള്ളത്. ഏതായാലും ഊരാണെങ്കിൽ മാത്രമേ ഇത് ഫുള്ളായിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ ഈ ഭാഗത്തേക്കൊന്നും അങ്ങനെ വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വാഗണിൻ്റെ വർക്കിൽ ഇവർ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് KMCൻ്റെ വർക്കിൽ ഒക്കെ ഇനി വെക്കാനുള്ളതാണോ? ഈ നമ്മുടെ NH66 വർക്കിൽ ഇത് മൊത്തത്തിലുള്ളതാണോ അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് പല കമ്പനികൾ മാത്രം ചെയ്യുന്ന KMC എന്താ ഇവർ വെക്കാത്തത്? അവരൊക്കെ ഏകദേശം വർക്ക് ഫിനിഷിങ് ആയതല്ലേ. അതുപോലെ KNRCയിൽ കുറേ അങ്ങോട്ട് പോയിട്ട് ഇനി അവർ വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഏതായാലും ഒരു ഭാഗത്ത് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ലൈൻ മാർക്കിംഗ് ഇട്ട് ക്രാഷ് ബാരിയറിൻ്റെ മുകളിലുള്ള പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരു സമരപ്പന്തൽ കണ്ടു കേട്ടോ. സമരപ്പന്തൽ അവിടെ കയറിയിട്ട് ഇപ്പോൾ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഞങ്ങളുടെ സർവീസ് റോഡ് കാണുന്നുണ്ട്. ഞങ്ങൾ സർവീസ് റോഡ് അതുവരെ വന്നിട്ട് ഇങ്ങോട്ട് സർവീസ് റോഡ് ഇല്ല എന്നുള്ളത് ഇവർ ആദ്യം ഉണ്ട് എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഇവിടെ എത്തിയത് ഇവർ നെയിം ബോർഡ്, അതായത് വലിയ റോഡ് ക്രോസ് ചെയ്തിട്ട് നെയിം ബോർഡ് വെക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് അവർ കുഴിയെടുത്തു, ഈ ഭാഗത്തും കുഴിയെടുത്തു. അതിന് ശേഷമാണ് ഇവിടുത്തെ നാട്ടുകാരെ അറിയുന്നത് ഈ ഭാഗത്ത് സർവീസ് റോഡില്ല എന്നുള്ളത്. ഒരു നാട്ടുകാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാതിയും വഴിയൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത് സർവീസ് റോഡില്ല, ഞാൻ എങ്ങനെ ശരിയാകുക? നാട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ടേ? അപ്പോൾ അവിടെ ആ ഭാഗത്ത് അതുപോലെ അതുവരെ ഈ ഭാഗത്ത് സർവീസ് റോഡില്ല എന്നുള്ളത് ഈ ജോലിക്ക് വന്ന ആളുകൾ വന്നതിന് ശേഷമാണ് ഇവർ അറിയുന്നത് കേട്ടോ. അതിന് ശേഷം ഇവർ സമരമൊക്കെ ചെയ്ത് ഇവിടെ പണിയൊക്കെ നിർത്തി വെച്ചു. ഇവിടെ ആ കുഴിയൊക്കെ അവർ മൂടി. രാഷ്ട്രീയക്കാരൊക്കെ വന്ന് ഏകദേശം ഇടപെട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കിക്കോളും എന്ന് വിചാരിക്കുന്നു അല്ലേ. ഏതായാലും സർവീസ് റോഡ് എല്ലാ ഭാഗത്തും നിർബന്ധം കേട്ടോ. സർവീസ് റോഡ് ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഏരിയകളിൽ റോഡുകളില്ലാഞ്ഞാൽ പോയില്ലേ. ഇതിപ്പോൾ ഈ 6 വരിപ്പാത അങ്ങോട്ട് ഫുള്ള് ക്രാഷ് ബാരിയറും ഇതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആളുകൾക്ക് അതുവരെ വന്നിട്ട് പിന്നെ ആരാൻ്റെ തൊടി കൂടിയൊക്കെ പോകേണ്ടി വരും. ഇത് കൂടിയൊക്കെ പണ്ട് ചിലപ്പം ചെറിയ റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന വഴികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതില്ലാതായ ആളുകൾ ബുദ്ധിമുട്ടല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇങ്ങനെ യാത്ര, നന്ദിയിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഇവിടേക്ക് അതുപോലെ വർക്കൊക്കെ ഫിനിഷായ കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും നന്ദി ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊയിലാണ്ടി ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 45 കൊല്ലം ചരിത്രമുള്ളൊരു ബൈപ്പാസാട്ടോ. അതായത് കുറേ മുമ്പേ ഇത് വരേണ്ട ഒരു കാര്യമായിരുന്നു. ഇതൊക്കെ ഒരു പേപ്പറിൽ മാത്രം ഒതുങ്ങിയൊരു കേസായി പോയതാണോ. ഇവിടെ ഉണ്ടിട്ട് ഒരു സമരപ്പന്തൽ. ഇവിടെ ഈ ഭാഗത്തും ഒരു 300 മീറ്റർ ഭാഗത്ത് 300 മീറ്റർ ഭാഗത്ത് സർവീസ് റോഡ് ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. പറ്റൂലല്ലോ. അപ്പോൾ സർവീസ് റോഡ് 2 ഭാഗം വന്ന് മുട്ടിയിട്ട് പിന്നെന്തോ സ്ഥലമേറ്റെടുപ്പിൽ എന്തോ പ്രശ്നം ഉണ്ടാവും. അതായിരിക്കും അവിടെ വെച്ച് അവസാനിച്ചിട്ടുണ്ടാവും കേട്ടോ. ഈ ഭാഗത്ത് റോഡിൻ്റെ ഭാഗത്ത് ഫുള്ള് അവരുടെ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ, അതുപോലെ നമ്മുടെ പ്ലെയിൻ ബ്ലോക്ക് ഉണ്ടല്ലോ സൈഡ് വാളിൻ്റെ, അതൊക്കെ അവിടെ ഫുള്ള് ഉണ്ടാക്കി വെച്ചൊരു ഏരിയ കേട്ടോ. ഉണ്ടാക്കി വെച്ച് കൊണ്ടുവച്ചൊരു ഏരിയ. ഏകദേശം നമ്മൾ നന്ദിയിലേക്ക് എടുക്കാറായി തോന്നുന്നു അല്ലേ.
ഇവിടെ ലാസ്റ്റിലേക്ക് ഫുൾ വർക്ക് കഴിഞ്ഞൊരു ഏരിയ, ഫുൾ മാർക്കിങ്ങും ഒക്കെ കഴിച്ച് വെച്ചൊരു ഏരിയ. സർവീസ് റോഡിൻ്റെ വർക്ക് വരെ ഇവിടെ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് അടിയിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകെട്ട് കണ്ട് അവിടെ ചില ഭാഗങ്ങളിൽ മൊത്തം അവർ ഫിനിഷ് ചെയ്ത് ഇനി അവിടെ പണിക്കാരെ ഒന്ന് ടച്ച് ചെയ്യിക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ള മാർക്കിംഗ് ബോർഡുകൾ വരെ, സൈൻ ബോർഡുകൾ വരെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെച്ച് ഫുൾ സെറ്റപ്പ് ആക്കിയ ഒരു ഏരിയ. അതാ ടവറൊക്കെ കാണുന്നു. നമ്മുടെ നന്ദിയിലേക്ക് എത്താറായി. നമ്മുടെ നന്ദി ഏരിയയിലേക്ക് എത്തുമ്പോഴുള്ള വർക്ക് കൂടി നോക്കിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ നന്ദിയിലേക്ക് എത്തിയിട്ടോ. നന്ദി അതാ ആ ഒരു അണ്ടർപാസ് അതാ കാണുന്നു കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗം അപ്രോച്ച് റോഡൊക്കെ റെഡി ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്, ഹൈറ്റൊക്കെ റെഡി ആക്കിയിട്ട്. അതുപോലെ ഇവിടെയും ഒരു ഭാഗം ഹൈറ്റൊക്കെ റെഡിയായി ഇവിടെ വർക്ക് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മണ്ണൊക്കെ ലെവലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് ഇതുവരെ നമ്മളെ ചവിട്ടുപടി എത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ ഇവരുടെ താമസക്കാർ മൊത്തം ഉണ്ടായിരുന്നത്. അതുകൂടാതെ ആ ഭാഗത്തേക്കൊന്നും ഇതുവരെ വരാൻ കഴിഞ്ഞില്ല. അവരുടെ കമ്പനിയുടെ ഈ യൂണിറ്റ് ഇവിടെ ആയതുകൊണ്ട് എടാ ഇവിടെയാണ് ഫുള്ള് മിക്സഡ് യൂണിറ്റുകൾ. ഇവിടെയാണ് വാഗഡിൻ്റെ മൊത്തം റീച്ചിലേക്കുള്ള സാധനങ്ങൾ ഇവിടെ നിന്നാട്ടോ ഫുൾ കൈകാര്യം ഇവിടെ നിന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇവരുടെ ആ വർക്കൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആരും സമ്മതിക്കില്ല കേട്ടോ. നമ്മളെല്ലാ റീച്ചിലും പോയിട്ട് അവരുടെ കമ്പനി ഓഫീസിലൊക്കെ പോയി ചോദിച്ചിരുന്നു, പക്ഷെ അവർ സമ്മതിക്കില്ല. നല്ലൊരു കാഴ്ച ആയിരിക്കും കേട്ടോ അവിടെ ഇതിൻ്റെ വർക്കുകളൊക്കെ എങ്ങനെയാണ്, മെഷീനറി കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. വർക്ക് ഏകദേശം ഇനിയും പിടിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഭാഗമൊക്കെ തുറന്നു കൊടുക്കുക, ഒരു ഭാഗം തീർത്തിട്ട് അങ്ങനെയൊക്കെ തുറന്നു കൊടുക്കാൻ ഒരു 4-5 മാസത്തിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു 4 മാസം എന്തായാലും കണ്ടിന്യൂ വർക്ക് നടക്കുകയാണെങ്കിൽ ഈ ബൈപ്പാസിൻ്റെ ഒരു ഭാഗം തുറന്നു കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു സെറ്റപ്പിലാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ കുഞ്ഞോർമല ഭാഗത്തുള്ള സൈഡ് വാളിൻ്റെ വർക്ക് അത് കാര്യങ്ങളൊക്കെ തീരണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു വർഷമെങ്കിലും ഇനി എടുക്കും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ വരുന്ന സമയത്ത് ആളുകളൊന്നും വർക്കേഴ്സൊന്നുമില്ല. ഏതായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇപ്പോൾ സ്നേഹിതന്മാരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.